വീട്ടിൽ ക്ഷേത്രമാക്കി മാറ്റിയതാണ് ഒരു കാലത്ത്. അവിടെ ധാരാളം ദേവതമാരുണ്ട്. എനിക്കൊരു വിളക്ക് വയ്ക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യും? ഞങ്ങൾ കാവ് പുനരുദ്ധരിച്ചു കഴിഞ്ഞിട്ട് പറയുന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എല്ലാവരും വിളിച്ചിട്ട്. നിങ്ങളുടെ കുടുംബത്തിൽ എന്നൊരാൾ പൂജ കഴിക്കാൻ തയ്യാറായിട്ട് വരുന്നു, അന്ന് നിങ്ങൾ പൂജ കഴിക്കണം. അതുവരെ ഞാൻ വേണ്ടു. എൻ്റെ ജോലി ഇപ്പം നിങ്ങൾ എന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് പൂജ കഴിക്കാൻ പറ്റുന്നില്ല, ആ പൂജ ഞാൻ കഴിക്കുന്നുള്ളൂ. പ്രതിഷ്ഠ കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ആ പ്രതിഷ്ഠ ഞാൻ പഠിച്ച മാധ്യമം ഉപയോഗിച്ച് സങ്കേതം ഉപയോഗിച്ച് ഞാൻ ചെയ്തു തരുന്നുണ്ട്. അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്, ഊർജ്ജത്തെ എസ്റ്റാബ്ലിഷ് ആക്കി തരുന്നുണ്ട്. അതിൻ്റെ കാലാതീതമായ എല്ലാ കാലത്തുള്ള സർവീസിങ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തു തരുന്നത് താത്കാലികം. ഇപ്പോൾ അവിടെയുള്ള കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പഠിച്ച് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ പഠിച്ച് ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കെങ്കിലും പഠിച്ച് കഴിക്കാൻ തയ്യാറായിട്ട് വന്നാൽ ഇതെല്ലാം എടുത്തു കൊടുക്കണം. കാവിന് തന്ത്രിയൊന്നും വേണ്ട. കാവിന് തന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. തന്ത്രി എന്ന് പറയുന്ന സങ്കല്പം വേറെ. കാവിന്റെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ തറവാട്ടിലെ ആള് തന്നെയാണ്. കാരണവരാണ് കാവിന്റെ ആചാര്യൻ. അപ്പം ആ കാവിലുള്ള ഒരാൾ അത് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത് വരെ നമുക്ക് റോളുള്ളൂ. അതായത് ഈ കാവിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആ വീട്ടുകാർ തന്നെയാണ്, ആ കുടുംബക്കാരാണ്. അതിന്റെ കാവിന്റെ പൂർണ്ണമായ അവകാശികളും അവരാണ്. ആദ്യകാലത്തെ പ്രതിഷ്ഠ കഴിച്ചതും ഈ തറവാട്ടിലെ തന്നെ ഒരു കാരണവരായത് വെച്ചിരിക്കുന്നത്. അതിൽ ഈ എത്രയോ ഒരു പുഷ്കലമായ കാലഘട്ടമാണ്. ഈ യോഗീശ്വരന്മാരും മന്ത്രമൂർത്തികളും ഒക്കെ അവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചാൽ മതി. അക്കാലത്ത് അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച കാവുകളാണ്. അവർക്ക് പൂർവികരമായിട്ട് ഗുരുപരമ്പരകളിൽ നിന്ന് കൈമാറിയതോ പൂർവികർ കൈമാറി കൊടുത്തതായിട്ടുള്ള കാവുകളാണ്. അപ്പോൾ അതിൻ്റെ ആചരണം ശരിക്കും ആരാ ചെയ്യേണ്ടത്? അത് കുടുംബക്കാർ തന്നെ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴാണ് വേറൊരാളെ ഏൽപ്പിക്കുന്ന സാഹചര്യം വരുന്നതും പിന്നീട് അത് കുളമാകുന്നതും. അപ്പോൾ അവരവർക്ക് തന്നെ അറിയാമെങ്കിൽ അവരവർ തന്നെ ചെയ്യാണ് നല്ലത്. നമ്മൾ പ്രതിഷ്ഠ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ കഴിക്കാൻ തയ്യാറായാൽ, പഠിക്കാൻ തയ്യാറായാൽ വരൂ, പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ കഴിച്ചു. കാവിൻ്റെ തന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല.